ദൈവത്തിന് ആരിലൂടെയും സംസാരിക്കാൻ പറ്റും. ദൈവത്തിന് ആരിലൂടെയും സംസാരിക്കാൻ പറ്റും. എന്നിലൂടെ പറ്റും, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളിലൂടെ ദൈവം സംസാരിക്കും. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യനെതിരെ വന്ന് നമ്മളോട് പറയും, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദൈവം സംസാരിക്കുന്നതാ. ദൈവത്തിന് ആരിലൂടെയും സംസാരിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ ജോസഫിനോട് ദൈവം സംസാരിച്ചത് സ്വപ്നത്തിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് സ്വപ്നത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പറ്റുമോ? കഴിയും. എന്താ ഈ സ്വപ്നത്തിലൂടെ ജോസഫിനോട് ദൈവം പറഞ്ഞെന്നറിയോ? നിനക്കൊരു നല്ലൊരു കാലമുണ്ട്, നിന്നെ ദൈവം ഉയർത്തും, നീ വലിയൊരാളായി മാറും, നിനക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്നാണ് സ്വപ്നത്തിലൂടെ പറഞ്ഞത്. ഹല്ലേലൂയ. ഇനി ജോസഫിന് കിട്ടിയത് എന്നാ? ജോസഫിന് കിട്ടിയത് പൊട്ടക്കിണർ. അവിടുന്ന് അത് ആരാ തള്ളിയിട്ടത്? സഹോദരന്മാർ തള്ളിയിട്ടു. ഇനി അവിടുന്ന് അവനെ പിടിച്ച് പൊക്കിയെടുത്ത് കുറച്ച് പൈസക്ക് വിറ്റ് ചെന്നത് അടിമപ്പണി, അവിടെ കഷ്ടപ്പാട്, ജയിൽ ജീവിതം, നിന്ദനങ്ങൾ ഏൽക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാ ദൈവം ഇതൊന്നും പറയാതിരുന്നേ? ഇന്ന് നമ്മൾ ആ ഒരു കൗൺസിലിങ്ങിന് പോകുന്നെങ്കിലോ? ജോസഫ് എന്ന് പറയുന്നയാൾ ഇന്ന് നമ്മുടെ അടുത്ത കൗൺസിലിംഗ് വന്നൊരു കൗൺസിലർ ഇങ്ങനെ പറയുള്ളൂ, ഒരു ഉയർച്ച കാണുന്നുണ്ടെന്ന് പറയാലോ. ചിലപ്പോ ഇങ്ങനെ ഒരു പൊട്ടക്കിണർ കാണുന്നുണ്ടല്ലോ എന്ന് അപ്പൊ തന്നെ ആൾ അടിഞ്ഞു, എന്റെ ദൈവം ഇനിയും പൊട്ടക്കിണറാണോ? എന്തുകൊണ്ടാ ജോസഫിനോട് ദൈവം നിന്നെ ഉയർത്തൂന്നേ പറഞ്ഞുള്ളൂ? പൊട്ടക്കിണറുണ്ട്, ഒരു വലിയ കുഴി കാണുന്നുണ്ടല്ലോ, അയ്യോ കാണുന്നുണ്ടോ? അതിനകത്തോട്ട് നിന്റെ കൂടപ്പുറപ്പതിനെ ഇങ്ങനെ തള്ളിയിടുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളാണ് ചോദിക്കും, ആ കൈ ആരുടെയാ നോക്കാവോ? എന്റെ നേരെ ചേട്ടന്റെ ആണോ അതോ ചേട്ടന്റെ ആണോ നോക്കട്ടെ, ആ കൈ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളാണ് ആ കൈ നോക്കി ഇവനെ അവനെ തല്ലാൻ പോയേനെ. ജോസഫിനോട് ദൈവം പറഞ്ഞില്ല, നിനക്കൊരു പൊട്ടക്കിണർ വരാനുണ്ട്, നിന്നെ അതിനകത്ത് തള്ളിയിടാൻ സാധ്യതയുണ്ട്, അവര് നിന്നെ വിൽക്കും, നിനക്കൊരു കഷ്ടപ്പാട് വരാൻ പോവുക, നിന്നെ ജയിലിൽ കൊണ്ടേ അടയ്ക്കും. ഇതൊന്നും ദൈവം പറഞ്ഞില്ലേ? ദൈവം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഒരു നല്ല കാലം വരും. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇവിടെ കാണാൻ വരുന്നവരോടും പ്രാർത്ഥിക്കാൻ വരുന്നവരോടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കിടക്കുക. അപ്പോഴാണ് ദൈവത്തിന്റെ വാക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം തരും. അതാണ് വാക്ക്, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ മെസ്സേജ് അതാണ്. ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കിടക്കുന്നു, അടി കൊള്ളുന്നു, രാവും പകലും പണിയെടുക്കുന്നു, നല്ലൊരു വസ്ത്രമില്ല, നല്ല ആരോഗ്യസ്ഥിതിയില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു രുചിയുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ മെസ്സേജ് കൊടുക്കുവാണ്, തേനും പാലും ഒഴുകുന്ന നല്ലൊരു കാലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ദൈവം ഒരിക്കലും പറഞ്ഞില്ലല്ലോ, ഒരു മരുഭൂമി കാണുന്നുണ്ട്, ഒരു ചെങ്കടൽ കാണുന്നുണ്ട്, പട്ടിണിയുള്ളൊരു കാലം ഇതൊന്നും ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞത്, നിങ്ങൾക്കൊരു നല്ല കാലം ഒരുക്കി വച്ചിട്ടുണ്ട്. അതിലേക്കുള്ള അവിടം വരെ ചെല്ലുന്നത് വരെ ചിലപ്പോൾ മരുഭൂമിയുടെ അനുഭവം ഉണ്ടാകാം, ചിലപ്പോൾ ചെങ്കടലിന്റെ അനുഭവം ഉണ്ടാകാം, ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയ അനുഭവം ഉണ്ടാകാം, ചിലപ്പോൾ സങ്കടങ്ങളിലൂടെ കടന്നുപോയി എന്ന് വരാം, ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നി എന്ന് വരാം. പക്ഷെ ദൈവഹിതത്തിന്, ദൈവത്തിന്റെ മെസ്സേജിന് ഒരു കേടും പറ്റത്തില്ല. ചിലപ്പോ ചില ആളുകൾ ചോദിക്കും, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ഒരു നല്ല ഒരു അനുഗ്രഹം കിട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് വീണ്ടും സങ്കടമാണല്ലോ, ഞങ്ങൾക്ക് വീണ്ടും പ്രശ്നമാണല്ലോ, എന്താ അങ്ങനെ? ഞങ്ങൾക്ക് മെസ്സേജ് തെറ്റാണെന്ന് തോന്നുന്നു. ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അത് നാളെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല, ഒരു മാസം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവത്തെ വിളിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ കഷ്ടപ്പാട് മാറിയോ? പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ കൗൺസിലർ എന്താ പറഞ്ഞത്? ചിലപ്പോൾ ദൈവം അനുവദിച്ചിരിക്കുന്ന ഉയർച്ച വരെ എത്താൻ, ശ്രദ്ധിച്ചു കേൾക്കണേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉയർച്ച വരെ എത്താൻ ചില പൊട്ടക്കിണറിലൂടെയും ചില സങ്കടത്തിലൂടെയും ചില ഒറ്റപ്പെടലിലൂടെയും നമ്മൾ പോകേണ്ടി വരും എന്ന് വിചാരിച്ച് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും ആർക്കും തടയാൻ കഴിയില്ല. പറഞ്ഞു ഹല്ലേലൂയ. ഞാന് സെമിനാരിയിൽ പഠിക്കുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരാളായി മാറണം, എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എനിക്ക് ആഗ്രഹത്തിനൊത്ത് ഒരു കഴിവുമില്ല. ഒരു പ്രസംഗം മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കതിന് പറ്റിയതായ ഒരു ശൈലിയില്ല.
എനിക്കങ്ങനെ ഒരു കടലാസ് നോക്കി വായിക്കാൻ അറിയാം, പക്ഷെ അത് നോക്കാതെ ആളുകളോട് പറയുമ്പോൾ എനിക്കതിന്റെ കണക്ഷൻ വിട്ടുപോകും. പല സാഹചര്യങ്ങളും ഉണ്ടായ സമയത്ത് ഞാൻ ഇതുപോലെ ധ്യാനത്തിന് പോയി. സെമിനാരി ഇതെല്ലാവരെയും കൊണ്ടുപോകുന്ന ധ്യാനമാണ്. ധ്യാനത്തിന് കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, നീ ദൈവവചനം പറയുന്ന നല്ല ഒരാളായി ഉയർത്തും എന്നാണ് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അച്ഛനോട് ഒരു കളിയാക്കൽ പോലെ തോന്നി. ഒരു കഴിവില്ലാത്ത എന്നോട് ഞാൻ വലിയ കഴിവുള്ള ആളാന്ന് അച്ഛൻ എങ്ങനെ തോന്നിയെന്ന് കൊണ്ട് പറഞ്ഞായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ അറിയാം, വർഷങ്ങൾ കഴിഞ്ഞ് 8, 9, 10, 11 വർഷം കഴിഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയും, എനിക്കറിയാൻ പറ്റും അന്ന് പറയുമ്പോൾ ഒരു സാധ്യതയും മുന്നിലില്ലാത്ത കാര്യമാണ്. അന്നത് പറഞ്ഞപ്പോ ഒരു സാധ്യതയും മുന്നിലില്ല. പക്ഷെ ഇന്ന് നോക്കുമ്പോഴോ ദൈവവചനം പറയാൻ എന്റെ നാവിനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അത് പറയാൻ കാരണം നമുക്കുള്ള ചില ദൈവഹിതം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോ അതിനുള്ള ഒരു സാധ്യതയും കാണുകയില്ല. ചിലപ്പോൾ ഒരു പൈസ പോലും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും ദൈവനാമത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണം നന്നായിട്ട് നടക്കുന്നതായിട്ട് കർത്താവ് കാണുന്നുണ്ട്. അപ്പോൾ ഉള്ളിച്ചിരിക്കും, ദൈവം ഒരു പൈസ പോലും ഇല്ല, എങ്ങനെ നടത്താനാ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് പറയും ദൈവം നടത്തിന്ന്. അതായത് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തും. പക്ഷെ അതിലേക്കുള്ള വഴി ചിലപ്പോൾ ഒരു പൊട്ടക്കിണർ വീണെന്നിരിക്കും, ചിലപ്പോൾ നമുക്കൊരു അടി കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയെന്നിരിക്കും. പക്ഷെ ദൈവഹിതത്തിന് ഒരു കേടും വരികയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഒരു പക്ഷേ ചിലപ്പോൾ അറിവില്ലാത്തൊരു കൗൺസിലർ എന്തേ പറയുള്ളൂ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കൗൺസിലർ പറയും, ദൈവഹിതം പറയല, ഒരു പൊട്ടക്കിണർ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ അതിനകത്ത് വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടുകൂടി ആളുടെ ജീവിതം ക്ലോസ്. നമ്മൾ സാധാരണക്കാര് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പൊട്ടക്കിണറും അതിനകത്ത് തള്ളിയിടുന്ന കുറെ പേരും നമ്മൾ ഒറ്റപ്പെടുന്നത് കാണുള്ളൂ. ഹല്ലേലൂയ. കുട്ടികൾക്ക് എന്തൊക്കെ പരീക്ഷയുണ്ട്? 1-ാം ക്ലാസ്സിലേക്ക് 2-ാം ക്ലാസ്സിലേക്ക് കയറാൻ എത്ര പരീക്ഷയുണ്ട്? പ്രധാനമായും 3 പരീക്ഷകളുണ്ട്. ഓണപരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട്, മെയിൻ പരീക്ഷയുണ്ട്. ഇത് 3 പരീക്ഷ എഴുതി 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കൊച്ചു ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വലിയ പരീക്ഷ എഴുതിയിട്ട് അടുത്ത വർഷം വീണ്ടും 1-ാം ക്ലാസ്സിലോട്ടാണോ പോകുന്നത്, അതോ 2-ാം ക്ലാസ്സിലേക്കാണോ? നിങ്ങൾ പറയും വീണ്ടും 1-ാം ക്ലാസ്സിൽ ഇരിക്കുകയല്ല, 2-ാം ക്ലാസ്സിലേ പോയിരിക്കുള്ളൂ. പരീക്ഷ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ വിജയവും ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉയർച്ചയും ഉണ്ട്. പിന്നെ അതേ ബെഞ്ചിൽ അതേ ക്ലാസ്സിൽ അല്ല ഇരിക്കുന്നത്, അടുത്ത ക്ലാസ്സിൽ അടുത്ത വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും പരീക്ഷയും ഉയർച്ചയുണ്ട്. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പരീക്ഷ കഴിഞ്ഞ് 2-ാം ക്ലാസ്സിൽ അല്ല ഇരിക്കുന്നത്, പരീക്ഷ കഴിഞ്ഞ് 3-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളുടെയും പേര് പരീക്ഷ എന്നാണ്. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയില്ലേ, ഭയങ്കര പരീക്ഷണമാണ് ജീവിതത്തിൽ, ബിസിനസ്സിൽ, കൃഷിയിൽ എല്ലാം പരീക്ഷണമാണ്. പരീക്ഷ ഉണ്ടെങ്കിൽ ഉറപ്പോ അതിന് പേപ്പറും നോക്കും, അതിന് വാലുവേഷനും ഉണ്ട്, അതിന് മാർക്ക് വിടും, പിന്നെ ഒരു ഉയർച്ചയും ഉണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടെ, ജോസഫിനെ കുറിച്ചുള്ള ദൈവഹിതം, ജോസഫിനോട് ദൈവം സ്വപ്നത്തിലൂടെ പറഞ്ഞത് നീ ഉയരുമെന്നാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരോട് ദൈവം പറയുന്ന ഒരു കാര്യമാ. നിങ്ങളുടെ സങ്കടത്തിലാണോ, കടബാധ്യതയിലാണോ, എന്താ ദൈവത്തിന്റെ ഹിതം എന്നറിയോ? നിങ്ങളെ നോക്കിയിട്ട് ദൈവം ചിലരോട് പറയുന്ന വാക്കാണ്, നിങ്ങൾ ഉയരും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നല്ല, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, നമ്മളെ നോക്കി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വാക്കായിട്ടെടുക്കണം. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പാത്രം വിൽക്കാൻ വരുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കും നമ്മളെ നോക്കിയിട്ട് പറയുന്നത്, നിങ്ങൾക്കൊരു നല്ല കാലം വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അയാളിലൂടെ നമ്മൾ കേട്ടത് എന്നറിയോ? ചിലപ്പോൾ നമ്മൾ നിരാശയിൽ ഇരിക്കുമ്പോഴായിരിക്കും ആ വാക്ക് കേട്ടെ നമ്മൾ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേൽക്കും. ദൈവം നമ്മളോട് ആ വ്യക്തിയിലൂടെ പറഞ്ഞതാ. ദൈവത്തിന് ആരിലൂടെയും സംസാരിക്കാൻ പറ്റും. ദൈവത്തിന് കാക്ക എന്ന പക്ഷിയോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, അതിലൂടെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ, തിമിംഗലത്തോട് ദൈവത്തിന് മിണ്ടാൻ പറ്റുമെങ്കിൽ, കഴുത എന്ന മൃഗത്തോട് ദൈവത്തിന് പറയാൻ പറ്റുമെങ്കിൽ, ദൈവത്തിന് ആരുടെ ജീവിതത്തിലൂടെയും നമ്മളോട് പറയാൻ കഴിയും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തു. ഇനി ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് ഒരു വിഷമമാണ് കാണുന്നത്, ഒരു ദുഃഖമാണല്ലോ കാണുന്നത്, ഒരു ഉയർച്ച കാണുന്നില്ലല്ലോ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ആ കൗൺസിലറിനെ ഓർത്ത് പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ കൗൺസിലർക്ക് എന്തുണ്ട്? എന്തോ ഒരു ചെറിയ അഭിഷേകത്തിന്റെ കുറവുണ്ട്. അതായത് അഭിഷേകം ഉള്ളവർക്ക് മുന്നേ കാണാൻ പറ്റുള്ളൂ. അഭിഷേകം ഉള്ളവർക്ക് ഒരു നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുള്ളൂ. നമുക്ക് നാളെ കാണാൻ പറ്റില്ല. നാളത്തെ 12 മണി ഇവിടെ ഇരുന്ന് കാണാൻ പറ്റില്ല, ഇപ്പൊ കാണാൻ പറ്റില്ല. നാളെ ആകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ കാണാൻ പറ്റും. അത് നമ്മുടെ കണ്ണുകൊണ്ടല്ല, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ അഭിഷേകം കുറഞ്ഞ വ്യക്തികൾക്ക് കുറച്ച് ദൂരെ കാണാൻ പറ്റുള്ളൂ. അവര് പറയും വിഷമ കാണുന്നേ, സങ്കടമാ കാണുന്നതെന്ന് പറയും. എന്നാൽ അഭിഷേകം കൂടുതലുള്ളവർ, കൃപയുള്ളവർ പറയും നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ വന്നെങ്കിലും നിങ്ങൾക്കൊരു നല്ല ഉയർച്ചയുടെ കാലം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഞാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ നോക്കിയിട്ടോ നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ടോ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്നയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന്? ഒരു സാധാരണക്കാരന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുക്കും. ചില കൗൺസിലർ ചിലപ്പോൾ റബ്ബർ വെട്ടി നടക്കുന്ന ഒരു സാധാരണക്കാരായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും അതിനേക്കാൾ വിദ്യാഭ്യാസം PG കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ് ഞാൻ, പിന്നെ ഇയാൾ ഈ പറയണാണ് ഞാൻ കേൾക്കേണ്ടത്. ചിലപ്പോൾ PG എടുത്തിരിക്കുന്ന ആളിലൂടെ ആയിരിക്കില്ല ദൈവം ഒന്നും കാണിച്ചു കൊടുക്കത്തില്ല. ദൈവം ചിലപ്പോൾ ഒന്നുമില്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യൻ എളിമയോടെ നിൽക്കുന്നവനായിരിക്കും ദൈവം കാണിച്ചു കൊടുക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു 3 വർഷം കഴിയുമ്പോൾ നല്ലത് വരാനുണ്ട്, ഈ വ്യക്തിക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു ഉയർച്ച വരും, ഈ വ്യക്തിക്ക് നല്ലൊരു വീട് വരും, ഈ വ്യക്തിയുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഒരുക്കുന്നുണ്ട്, ഒരു വിദേശത്ത് നല്ലൊരു ജോലി ദൈവം കാണിച്ചു തരുന്നു. എന്തിനാ ഇങ്ങനെ മെസ്സേജ് പറയുന്നത്? അതിലേക്കുള്ള ഒരുങ്ങാൻ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നതാണത്. പറഞ്ഞേ ഹല്ലേലൂയ.